രാജ്യത്തെ യുവാക്കളുടെ അകാല മരണങ്ങളും കോവിഡ് വാക്സിനും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളുടെ മരണം ആശങ്കയ്ക്കിടയാക്കിയ സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയം ഇത്തരമൊരു അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. കർണാടകയിലെ ഹസൻ ജില്ലയിൽ 20ഓളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ യുവാക്കൾ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് പെട്ടെന്നുണ്ടായ ഇത്തരം മരണങ്ങൾക്ക് കാരണമായത്. ഈ മരണങ്ങൾക്ക് കോവിഡ് വാക്സിൻ കാരണമാകുന്നുണ്ടോ എന്ന സംശയം നിഴലിച്ചിരുന്നു. കോവിഡ് വാക്സിനെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടിയന്തരമായ മെഡിക്കൽ അന്വേഷണം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ICMR-ഉം എയിംസും വിപുലമായ പഠനങ്ങൾ നടത്തി. ഇന്ത്യയിലെ കോവിഡ്-19 വാക്സിനുകൾ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും സ്ഥിരീകരിച്ചു. വാക്സിൻ എടുത്തതുമൂലം ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണെന്നും ഇവരുടെ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കളുടെ മരണകാരണത്തിന് കോവിഡ് വില്ലനാകുന്നുവോ എന്ന് കണ്ടെത്താൻ ICMR-ഉം NCDC-യും 2 പഠനങ്ങളാണ് നടത്തിയത്. 19 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള 47 ട്രഷറി കെയർ ആശുപത്രികൾ 2023 മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് ആദ്യ പഠനം നടത്തിയത്. ഇതിൽ 2021 മുതൽ 23 മാർച്ച് വരെയുള്ള കാലയളവിൽ ആരോഗ്യവാന്മാരായിരുന്ന എന്നാൽ പെട്ടെന്ന് മരണപ്പെട്ട യുവാക്കളുടെ മരണകാരണമാണ് പഠന വിഷയമാക്കിയത്. വിദഗ്ധമായ ഈ പഠനത്തിന്റെ റിപ്പോർട്ടിൽ നിന്നും കോവിഡ് വാക്സിനും യുവാക്കളുടെ മരണവും തമ്മിൽ ബന്ധമില്ലെന്ന് കണ്ടെത്തി. ICMR-ന്റെ സഹായത്തോടെ ഡൽഹി എയിംസ് ആണ് 2ാമത്തെ പഠനം നടത്തിയത്. യുവാക്കളിലെ പെട്ടെന്നുള്ള മരണം ഹൃദയാഘാതം മൂലമാണ്. എന്നാൽ ഇതിന് നിലവിൽ ഒരു പ്രത്യേക കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ സംബന്ധിച്ച് നടത്തുന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വാക്സിനെതിരെയുള്ള തെറ്റായ പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വാക്സിൻ സുരക്ഷിതവും രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ഇത്തരത്തിലുള്ള കുപ്രചാരങ്ങൾ ഇന്ത്യയുടെ പൊതുജനാരോഗ്യ ശ്രമങ്ങളെ തകർക്കുന്നതാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി.